പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറയിലും മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവെ, ഇളയവരായ ഞങ്ങളുടെ ബലികളും കാഴ്ചകളും പ്രാർത്ഥനകളും സ്വീകരിച്ച് അവർക്ക് വിടുതൽ നൽകി സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ. ഈശോയിലെ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 29 ദിവസങ്ങൾ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും അതേക്കുറിച്ചൊക്കെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ തന്നെ ജീവിതത്തെയൊക്കെ ഇതിനു വേണ്ടി നമ്മൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുകയായി. നമ്മൾ ഈ ലോകത്തിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് വഴി ഈ ലോകത്തിലെ സമരസഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വിടുതലിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോകളുടെയൊക്കെ ഹെഡിങ് ആയിട്ട് കൊടുത്തത് ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനം നമുക്കും വിടുതൽ നൽകുന്നു എന്നുള്ള ഒരു വിഷയം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നവംബർ 30 നമ്മൾ പ്രത്യേകമായിട്ടും ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതായത് ഇപ്രകാരമാണ്: ശുദ്ധീകൃതരായിട്ടുള്ള ആത്മാക്കള് നമ്മുടെ ശുദ്ധീകരണ കാലാവധി കുറയ്ക്കുമെന്നുള്ളത്. ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ആത്മീയ മേഖലയിലൊക്കെ ഒരുപാട് കൃപകള്, ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെ നമുക്ക് കൃപ ലഭിക്കുന്നതോടൊപ്പം നമ്മൾ മരണശേഷം നമ്മുടെ ശുദ്ധീകരണ അവസ്ഥ നമുക്ക് വേണ്ടി വന്നാൽ ആ അവസ്ഥയുടെ കാലാവധി കുറയ്ക്കാനായിട്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവർ ശുദ്ധീകരണ അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവും നമ്മുടെ പ്രാർത്ഥനകളെ വഴിയൊക്കെ. പ്രിയമുള്ളവരെ, വലിയൊരു ആശ്വാസമാണ് നമുക്ക്. നമ്മൾ വായിക്കുന്നുണ്ട്, ചരിത്രമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഡൊമിനിക്കൻ സഭാംഗമായ മാസിയായിലെ വാഴ്ത്തപ്പെട്ട വിശുദ്ധ ജോൺ എന്ന് പറയുന്ന ഒരു വൈദികൻ, അദ്ദേഹം നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വഴി ശുദ്ധീകരണ ആത്മാക്കളോട് വലിയൊരു സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം ഒരു 14 ലക്ഷത്തോളം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന്, അവസ്ഥയിൽ നിന്നും അദ്ദേഹം തന്റെ സുഹൃതങ്ങൾ വഴി, പ്രാർത്ഥനകൾ വഴി, ബലികൾ വഴി അവിടെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അത് പോകാനായിട്ട് സഹായകമായി. അപ്പൊ അതുകൊണ്ട് തന്നെ സഭ ഈ മാസായിലെ വാഴ്ത്തപ്പെട്ട ജോൺ, ആ ജോണിന്റെ നാമകരണത്തിൽ ഈ കാര്യമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊരു കാര്യമായിട്ട് തന്നെ മരണവേളയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണാവസ്ഥയിൽ നിന്നും സ്വർഗപ്രാപ്തി നേടിയ ആത്മാക്കൾ സഹായത്തിനെത്തി എന്നൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൊക്കെ തിരിച്ചറിയണം, നമ്മുടെ ഒരു പ്രാർത്ഥന പോലും, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലും ഫലം ചൂടാതെ പോകില്ല. വിശുദ്ധ ജർത്രൂദിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയുണ്ടായി. വിശുദ്ധ ജർത്രൂദ് നമുക്കറിയാം, ഒരുപാട് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരികയും അത്രയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഈ ജർത്രൂദ് മരിക്കാറായപ്പോൾ പിശാച് അവളെ കഠിനമായിട്ട് പരീക്ഷിക്കുകയാണ്. എന്തായിരുന്നു അവളുടെ പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് വന്നിട്ട് ഈ ജർത്രൂദിനോട് പറയുകയാണ്, നിനക്ക് ഒരുപാട് നാള് നീ ശുദ്ധീകരണ സ്ഥലത്തില് അഗ്നിയിൽ കിടക്കേണ്ടി വരും, ദീർഘനാൾ അവിടെ കഴിയേണ്ടി വരും എന്നുള്ളതായിരുന്നു. നമുക്കറിയാം പ്രിയമുള്ളവരെ, മരണനേരത്തൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ ചെയ്ത നന്മകളായിരിക്കില്ല മരണനേരത്ത് അയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. മറിച്ച് അയാളുടെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുക വഴിയോ പാപം വഴിയോ കന്നുപോയ അപൂർണതകളും പോരായ്മകളും ഒക്കെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാനായിട്ട് സാധ്യതയുള്ളത്. പലരുടെയും ജീവിതങ്ങളൊക്കെ കാണുമ്പോൾ, പലരെയും മരണത്തിനൊക്കെ ഒരുക്കുമ്പോ ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് നല്ലതൊന്നുമല്ല. അവർ പറയാത്ത, അച്ഛാ എൻ്റെ ജീവിതം പാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നുള്ളൊരു സങ്കടം അവർക്ക് ഉണ്ട് എന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നേരത്ത് പിശാച് പരീക്ഷിക്കും. പിശാചു എന്ന് പരീക്ഷിക്കപ്പെടും, നീ രക്ഷപ്പെടില്ല, നീ സ്വർഗത്തിൽ പോകില്ല, അല്ലെങ്കിൽ പറയും നീ നീണ്ട നാള് ഈ ശുദ്ധീകരണ അഗ്നിയിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിശാച് ഈ വ്യക്തിയെ ഒരുപാട് പരീക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ ജർത്രൂദ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അസ്വസ്ഥതയില് ജർത്രൂദ് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആ മലാഖമാര്, വിശുദ്ധരായിട്ടുള്ളവരൊക്കെ അവിടേക്ക് വരാൻ ആയിട്ട് ദൈവം ആഗ്രഹിച്ചെങ്കിൽ ദൈവം നേരിട്ട് വന്ന് ഈ ജർത്രൂദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജർത്രൂദ് ചെയ്ത പുണ്യപ്രവൃത്തികള്,
ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങള്, അങ്ങനെ അനേകം ആത്മാക്കളെ നേടിയത് വഴി തമ്പുരാൻ തന്നെ വന്ന് ആ ജെറത്തിനോട് പറയുകയാണ്, നിന്റെ സുഹൃതങ്ങള് 10 മടങ്ങായിട്ട് വർദ്ധിക്കും, അതുപോലെ തന്നെ നേരെ നീ സ്വർഗത്തിലേക്ക് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള കാര്യം. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അന്തിമ വിനാഴികളിലൊക്കെ നമുക്ക് മുതൽക്കൂടായിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്രകാരം ചെയ്ത കാരുണ്യ പ്രവൃത്തികള്, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകള്, കാരണം നമ്മുടെ ഒരു കടമ കൂടിയാണ്. കാരണം നമ്മൾ ക്രിസ്തീയ സഭയില്, സ്വർഗീയ സഭയിലും സഹന സഭയിലും സമരസഭയിലുമുള്ളവര് പരസ്പരം ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ 30-ാം തീയതിയോടുകൂടി നമ്മൾ നമ്മുടെ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ തുടരണം. നമ്മൾ ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അവരെ ഓർക്കണം. അവർ നമ്മളെയും ഓർക്കും. ദൈവസന്നിധിയിൽ ചൊല്ലുമ്പോൾ നമുക്ക് ആ ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ 30 ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ശുദ്ധീകരണ അവസ്ഥയിലെ ആത്മാക്കൾ അതുമൂലം ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ നമുക്കും ആശ്രയിക്കാം. കർത്താവിന്റെ കരുണ എത്രയോ അഗാധമാണ്, അനന്തമാണ്. നമ്മൾ മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ യേശുമിശിഹാ, കർത്താവിന്റെ വിലതീരത്തെ തിരിച്ചോരയാൽ മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ തിരുരക്തം, അതിന്മേൽ നമ്മൾ അവകാശം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുമാത്രമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളുടെ മേലുള്ള, പിശാചിന്റെ മേലുള്ള, കടങ്ങളുടെ മേലുള്ള, മരണത്തിന്റെ മേലുള്ള ആധിപത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ പാപം ഉപേക്ഷിച്ച് കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് നമ്മുടെ കടങ്ങളുടെ മേൽ യേശുവിന്റെ മരണത്തിന്റെ തിരുരക്തത്തിന്റെ ശക്തി നിറയുന്നതിന് വേണ്ടി നമുക്ക് ഓരോ ദിവസവും കർത്താവ് ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മരിക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഈ ലോകത്തിൽ സമാധാനത്തോടുകൂടെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു. എന്റെ കുറവുകളെ പരിഹരിക്കുന്നതിന്റെ ദൈവം, അതിന് പരിഹാരം ചെയ്ത ജീവിതമാകണം നമ്മുടേത്. നമ്മള് ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നത് അവിടെ പാപിനിയായ സ്ത്രീയെ കുറിച്ച്. ഈ പാപിനിയായ സ്ത്രീ കർത്താവിന്റെ കാൽപാദത്തിങ്കൽ എന്തെന്നാണ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവൾ കണ്ണുനീരുകൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ഈശോയുടെ പാദങ്ങളിൽ ചുംബനം, വിശുദ്ധ തൈലം പൂശി ചുംബനം നൽകുകയും ചെയ്തു. അവരുടെ പ്രവർത്തികൾ കർത്താവിന് സ്വീകാര്യമായി. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളും ഇതുപോലെ കർത്താവിന്റെ പാദങ്ങളിൽ ലേപനം ചെയ്യേണ്ട സുഗന്ധ കൂട്ടുകളായിരിക്കണം നമ്മുടെ പ്രാശ്ചിത്ത പ്രവർത്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ പാപിനിയായ സ്ത്രീയെ കുറിച്ച്, ആവിലായിലെ വിശുദ്ധ ത്രേസ്യയെ കുറിച്ച് യോഹന്നാൻ അവർക്കൊക്കെ വെളിപ്പെടുത്തിപ്പെട്ടത്. അവൾ പിന്നീടുള്ള തന്റെ കാലഘട്ടം മരുഭൂമിയിൽ പോയി കർത്താവിനോടൊപ്പം ഇരുന്ന് അവൾ പരിഹാരം ചെയ്തു, പ്രാർത്ഥിച്ചു. അവളെ ദൈവം എന്തെന്നാണ് സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് പാപങ്ങൾ പറ്റിപ്പോയി ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ അറിയിക്കും. അപ്പോൾ ഈ ബോധ്യങ്ങളിൽ നമുക്ക് ജീവിക്കാം. അതോടൊപ്പം നമ്മൾ ഇന്നും വേർപിരിഞ്ഞു പോയവരെ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് അവിടെ അനന്തമായ ദയയിൽ ആശ്രയിച്ചുകൊണ്ടതിലപ്പുറം ഈശോയുടെ ആ തിരുരക്തത്തിന്റെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ ഈശോ മിശിഹാ, കർത്താവിന്റെ വിലരാത്ത തിരിച്ചോരയാൽ മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ പാപികൾക്കും, തിരുസഭയിലും ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ പാപികൾക്കും വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമീൻ.